ജനഭൂമിയിൽ ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. മറ്റാരുമല്ല, കേണൽ ഡിന്നി. അദ്ദേഹം കൊല്ലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ചു. സൈനികേതര സാമൂഹ്യ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അദ്ദേഹം BJP-യിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൻഫൻട്രിയിൽ രാജ്പുത്ത് റെജിമെന്റിലാണ് തന്റെ സേവനം നൽകിയത്. നമസ്കാരം ഡിന്നി സാർ. ഞാൻ അങ്ങയെ വിളിച്ചത്, നമുക്കിപ്പോ രാജ്യത്തൊരു വലിയ വിവാദം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ മുൻ കരസേനാ മേധാവി മുകുന്ദ് നർവാനെ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. പുസ്തകം പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് തന്നെ പറയാം. സർവീസ് സ്റ്റോറി ഉൾപ്പെടെ അതിനകത്തുണ്ട്. ഇതൊക്കെ സാധാരണമാണ്. നമ്മുടെ ഈ സേനയിലും പോലീസിലും ഒക്കെ ഉള്ളവർ വിരമിച്ചു കഴിഞ്ഞാൽ IAS ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ സർവീസ് സ്റ്റോറി എഴുതുന്നത് പതിവുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ചില പരാമർശങ്ങൾ, ഈ ചൈന ഇന്ത്യൻ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതിനെ കുറിച്ച് ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി എന്ന് പറഞ്ഞ് കാരവാൻ എന്ന മാസികയിൽ ഒരു ലേഖനം വരും. ആ ലേഖനത്തിന്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം, അത് പെൻഗ്വിൻ ഇന്ത്യയാണ് അതിന്റെ പ്രസാധകർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നത്. പക്ഷെ ഇത് ഒരു മുൻ കരസേനാ മേധാവി, രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിൽ വിവാദ പോസ്റ്റുകൾ വരുന്നു. പ്രതികൂലിച്ചാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനെ വിരമിച്ചതിന് ശേഷം ഈ തരത്തിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു രാഷ്ട്രീയ അഭ്യാസം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? നർവാനയുടെ പുസ്തകത്തിൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പരാമർശിക്കാൻ സാധ്യതയുണ്ടോ? ഈ 2020 ഏപ്രിൽ 4 മുതൽ മെയ് 20 വരെ നടന്ന സംഭവങ്ങളെ കുറിച്ച് നർവാനെ പറയുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ദയവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് പങ്കുവെക്കാം. നോക്കൂ പ്രശാന്ത് ജി, ഇതിനകത്ത് ജനറൽ മനോജ് മുകുന്ദ് നരാവനെ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്ന ആ ഓഫീസർ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ തികഞ്ഞ ദേശഭക്തിയായിട്ടുള്ള, ഞാനത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ആരുമല്ല. കാരണം അദ്ദേഹം ഒരു ആർമിയുടെ ചീഫ് ആയിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം തന്നെ അതിന് നമ്മൾ നോക്കുക എത്ര കോടിക്കണക്കിന്, അതെ, 144 കോടി ആളുകളിൽ ഒരു ഇന്ത്യൻ ആർമിയിൽ ഒരു ആർമി ചീഫാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം അത്രമാത്രം എടുക്കനും അത്രമാത്രം പ്രൊഫഷണലി ക്വാളിഫൈഡും അത്രമാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഉണ്ടായിട്ടാണ് അത് 42 വർഷത്തിന്റെ സർവീസ് കാരണമാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു വിവാദത്തിൽ പെടുമെന്നോ അല്ലെങ്കിൽ പെടണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം വളരെ മീഡിയയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു മീഡിയ ലൈം ലൈറ്റിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ സൈനിക മേധാവിമാരെല്ലാം അങ്ങനെയാണ്. അതെ, മീഡിയയുമായിട്ടൊന്നും വലിയ വലുതായിട്ട് നിൽക്കാറില്ല. അദ്ദേഹം ഇവിടുത്തെ ചില സിവിൽ സർവീസസ് ഓഫീസേഴ്സ് കാണിക്കുന്ന പോലെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില സെലിബ്രിറ്റിമാരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പോലത്തെ ഒന്നും അല്ല ഇന്ത്യൻ ആർമിയുടെ. നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. അതെ, അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഓഫീസറാണ്. പക്ഷെ ഇവിടെ നടന്നു വെച്ചാൽ അദ്ദേഹം പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് അദ്ദേഹത്തിനെ ഒരു വലിച്ചഴിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിനെ ഒരു ടൂളാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഈ ബുക്ക് എഴുതി 4 Stars of Destiny. ആ ബുക്കിന്റെ ഉദ്ദേശം ഒരു ലീഡർഷിപ്പ് റോളിൽ എങ്ങനെയാണ് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അത് അദ്ദേഹത്തിന്റെ യുദ്ധകാലത്തിന്റെ മെമ്മോയർ എന്ന് പറയുന്നത്, അതായത് വാർ മെമ്മോയർ, യുദ്ധത്തിനകത്ത് നടന്ന കാര്യങ്ങളല്ല. അദ്ദേഹം NDA തൊട്ട്, അതായത് 12ാം ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിന്റെ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ ഡിഫൻസ് അക്കാഡമിയിൽ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോയി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ വന്നു, പിന്നെ ഒരു ഇൻഫൻട്രി യൂണിറ്റിൽ ജോയിൻ ചെയ്ത് അവിടുന്ന് വന്ന ഓരോ കാലഘട്ടത്തിന്റെയും അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു ഗൽവാൻ അല്ലെങ്കിൽ ആ ചൈനീസിന്റെ സമയത്ത്
എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു, അതെങ്ങനെയാണ് രാഷ്ട്രത്തിന് വേണ്ടി നല്ല രീതിയിൽ വന്നു എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതല്ലാതെ അത് ആ സമയത്ത് സർക്കാരിന്റെ എഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ എഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവർ ആർക്കും ഒന്നും എന്നെ ആരും സഹായിച്ചില്ല എന്നുള്ള രീതിയിലല്ല. അതിനെ ഇവര് വ്യാഖ്യാനിച്ച് മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നതാണ് ഈ കാരവാൻ മാഗസിൻ. ദുർവ്യാഖ്യാനമാണ്. അബ്സല്യൂട്ട്ലി ദുർവ്യാഖ്യാനം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ആ ബുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ലീഡർഷിപ്പ്, അതായത് ഒരു നേതൃത്വ ലെവലിൽ വരുന്ന കുട്ടികളായാലും ശരി, അത് പ്രൊഫഷണൽസ് ആയാലും ശരി, കോർപ്പറേറ്റിലുള്ള ലീഡർഷിപ്പ് ആയാലും ശരി, മറ്റുള്ളവരായാലും ശരി, പുതിയതായിട്ട് സേനയിൽ വരുന്ന ആളുകൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ലീഡർഷിപ്പിനുള്ള ബുക്കാണ്. അതൊന്ന്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അവിടെയും ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് പറയുന്നത് കാര്യം, അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷനും ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിൽ സഡൻലി പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തു, നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്, അവിടെ ഓൾറെഡി ഒരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് 3-4 മാസമായിട്ട് നടന്നു. പിന്നെ അത് 3-4 മാസമല്ല, അവിടെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നെ പോലുള്ള ആളുകളൊക്കെ നേരിട്ട് 59 തൊട്ട് തുടങ്ങിയ സംഭവം 62 യുദ്ധത്തിൽ കലാശിച്ച് പിന്നെ വന്നു. ഞാൻ അവിടെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്ന സമയത്തും ഇതുപോലെ വലിയ രീതിയിൽ അടി നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തൊന്നും മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ 2020 വലിയ രീതിയിലുള്ള ഒരു ഫ്ലെയർ അപ്പ് നടന്ന് 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൈലാഷ് റേഞ്ച് പോയി നമ്മൾ പിടിച്ചടക്കി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൈലാഷ് റേഞ്ച് പോയി നമ്മൾ ഇരുന്നു, അവിടെ മേളിൽ കയറി നമ്മളെ ഒക്യുപ്പൈ ചെയ്തു. അതിനെ ആ ഒക്യുപ്പൈ ചെയ്ത സമയത്ത് അതൊരു ഓപ്പറേഷന്റെ പ്ലാൻ ആയിട്ടാണ്. അപ്പൊ ആ ഓപ്പറേഷന്റെ പ്ലാൻ ആയിട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും ചൈനയും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് ഷുവറാണ്. അപ്പം അതാണ് സാഹചര്യം. അല്ലാതെ സാഹചര്യം ഇപ്പൊ എല്ലാം വളരെ ശാന്തമായിരുന്നു, ആൻഡ് ശാന്തമായ രീതിയിൽ സഡൻലി ചൈന വരുന്നു എന്നുള്ളതല്ല. അവിടെ ഓൾറെഡി ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഓൾറെഡി ഇതിന്റെ നമ്മൾ എല്ലാ രീതിയിലും തയ്യാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് 4 ടാങ്ക്, ചൈനയുടെ 4 ടാങ്ക് മുകളിലോട്ട് വരുന്നതായിട്ട് അവിടുത്തെ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതൊരു സ്റ്റാൻഡിംഗ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചാണ് സൈന്യത്തിൽ എപ്പോഴായാലും ഇപ്പൊ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ മുകളിൽ റിപ്പോർട്ട് കൊടുക്കും, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ ലെവലിലുള്ളവരും അവരുടെ ഡിസിഷൻ കൊടുക്കും. അതായത് അവരുടെ ലെവലാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം ഇത് ചെയ്യണം, പക്ഷെ എല്ലാവരും മുകളിലോട്ടുള്ള റിപ്പോർട്ടിംഗ് കൊടുത്തേ തീരും. അതുപോലെ ഇറ്റ്സ് എ പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പ്രശ്നം നടക്കുന്നത് അതിന് വലിയ രീതിയിലുള്ള ഒരു ഇതുണ്ട്. 2 വലിയ രാജ്യങ്ങളാണ്, കോവിഡ് നടക്കുന്ന സമയമാണ്. അപ്പൊ ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, കാരണം 2 സൈന്യവും വളരെ അടുത്തുള്ള ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവിടെ ഉന്നത തലത്തിൽ അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ ലെവലിലൊക്കെ ടോക്സ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നാച്ചുറലി ഒരു ആർമി ചീഫ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഹയറാർക്കിയിൽ അതായിരിക്കും. അത് ആക്ച്വലി പൊളിറ്റിക്കൽ ഹയറാർക്കിന് പകരം അതിനെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അദ്ദേഹം അതിന്റെ ബുക്കിൽ പറയുന്നുണ്ട്, ഞാൻ രക്ഷാമന്ത്രിയെ വിളിച്ചു, ഞാൻ ജയശങ്കർജി വിളിച്ചു, ഞാൻ NSA വിളിച്ചു. ഇവരൊക്കെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലുള്ളവരാണ്. അപ്പം വിത്തിൻ 2 മണിക്കൂർ അതിൽ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ഇദ്ദേഹം ചോദിച്ചു എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിസിഷൻ എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ ശരി അത് ചെയ്യുക. അപ്പൊ അതിലും കൂടുതൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. അതിന് കൂടുതൽ കാട്ടി ഒരു ഓപ്പറേഷണൽ ഫ്രീഡം ഒരു രാഷ്ട്രീയ തലവൻ തരണമെന്ന് വെച്ചാൽ അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആക്ച്വലി പറഞ്ഞാൽ അത്രമാത്രം ഫ്രീഡമാണ്. നിങ്ങൾക്ക് എന്താണോ ശരി അത് ചെയ്യുക. അപ്പൊ അന്ന് ജനറൽ നറാവനെ ഫയറിംഗ് തുടങ്ങിയിരുന്നെങ്കിൽ യുദ്ധം സ്റ്റാർട്ടായാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് ജനറൽ നറാവന് തോന്നി എനിക്ക് ഫയർ ചെയ്ത് ഇവരെ 4 ടാങ്ക് വരുന്നുണ്ട്, ഞങ്ങളെ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട് അവിടെ, ആ റോക്കറ്റ് ലോഞ്ച് 4 റോക്കറ്റ് ലോഞ്ച് വെച്ച് 4 ഈ ടാങ്കിനെ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാം, ബേസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ, അവിടെ യുദ്ധം തുടങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുത്താനെ? പ്രൈം മിനിസ്റ്റർ മോദി തന്നെയായിരുന്നു ഏറ്റെടുക്കാനുള്ളത്, അല്ലെ? ഇപ്പൊ എന്തൊരു കാര്യത്തിലും വന്നാലും അത് അവസാനം വന്ന് നിൽക്കുന്നത് അന്നത്തെ ഗവൺമെന്റിന്റെ പുറത്താണ്. അന്നത്തെ ഗവൺമെന്റ് തലവൻ ആരാണ്? ഇപ്പൊ നമ്മൾ 1962 പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് നെഹ്റു ആണ് അതിനകത്ത് ഉത്തരവാദി, അല്ലെ? ബാക്കിയുള്ള എല്ലാം ഇപ്പൊ അന്നത്തെ സൈനിക ചീഫിനെ പോലും ആർക്കും ഓർമ്മ കാണത്തില്ല. പക്ഷെ അന്ന് ഇത് രാഷ്ട്രീയ തലവനായിട്ടുള്ള പണ്ഡിറ്റ് നെഹ്റു ആണ് അതിന് ഉത്തരവാദി, അതിനകത്തൊരു സംശയമില്ല. ഇതുപോലെ 1971 വാർ നമ്മൾ ഫീൽഡ് മാർഷൽ മാനിക് ഷെക്കോട്ട് പറയുന്നത് ഇന്ദിരാഗാന്ധി വളരെ ബോൾഡായിട്ട് വളരെ കറക്റ്റ് ഡിസിഷൻ എടുത്തെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതുപോലെ 99 അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ് ഡിസിഷൻ എടുത്തത്. ഇനിയിപ്പോ സർജിക്കൽ സ്ട്രൈക്ക്, പ്രൈം മിനിസ്റ്റർ മോദി, രാജീവ് ഗാന്ധി മാൽദീവ്സിൽ നടന്ന ഓപ്പറേഷൻ. അപ്പൊ അത് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ തലവന്റെ പുറത്താണ്. ഓപ്പറേഷൻ ഫെയിൽ ആയാലും അത് രാഷ്ട്രീയ തലവന്റെ പുറത്തേ വരത്തുള്ളൂ. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. അപ്പം ഇത് മനസ്സിലാക്കുക ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ ഈ ചൈന അകത്തോട്ട് വന്നു,
എന്ന് പറയുന്ന അതൊരു അന്ന് കോൺട്രവേഴ്സി നടന്നല്ലോ, ചൈന അകത്തോട്ട് വന്നെന്ന് പറഞ്ഞിട്ട്. അതിന് ഉത്തരവാദി ആരാണ് പറഞ്ഞത്? പ്രൈം മിനിസ്റ്റർ മോദിയുടെ പുറത്തല്ലേ വന്നത്. എല്ലാവരും വന്ന് പറയും ഞങ്ങൾക്ക് സൈന്യത്തിന് വിശ്വാസമാണ്, പക്ഷെ പ്രൈം മിനിസ്റ്റർ മോദി ഉത്തരം പറയണം എന്നുള്ള രീതിയിൽ. അപ്പം അത് ആ ഉത്തരവാദിത്ത ബോധത്തോടാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ശരി അത് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ട്രസ്റ്റ് കൊടുക്കുകയാണ്. ആൻഡ് ആ ട്രസ്റ്റ് കൊടുത്തതിന് അത് വാലിഡേറ്റ് ചെയ്തിട്ടുള്ള നടപടികളാണ് ജനറൽ നരാവനെ പോലുള്ള ആളുകൾ ചെയ്തത്. കാരണം അവർക്കറിയാം എനിക്ക് ട്രസ്റ്റ് തരെയാണ്, ഞാൻ എന്താണ് ശരി. അപ്പം വെടിവെക്കുകയല്ല, ഫയർ ചെയ്യല്ല, അതിനെ നമ്മൾ മറ്റു രീതിയിലുള്ള പോസ്ചറിങ് ചെയ്യുക. അവർ ടാങ്കിനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ടാങ്കിനെ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് ടാങ്ക്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് ചൈനീസിന് മതിയായി, വേറെ അവർ ഫയർ ചെയ്തില്ല, നമ്മളും ഫയർ ചെയ്തില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അത് ജനറൽ നരാവനയുടെ പല വീഡിയോസ് കണ്ടാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഫയർ ചെയ്യരുതെന്ന്. തെറ്റാണത്. നമ്മളെ ഓർഡേഴ്സ് അവര് ഫയർ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ആപത്ത് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഫയർ ചെയ്യാം എന്ന് ജനറൽ നരാവനെ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഓർഡേഴ്സ്. ഞങ്ങൾക്കും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മളിപ്പം അവര് ഫയർ ചെയ്യണമെന്ന് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ജീവന്റെ ഭീഷണി വരെയാണ്, നമുക്ക് ഫയർ ചെയ്യാം. ആ ഓർഡേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലും കൂടുതൽ എന്താണ് ചെയ്യേണ്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനഃപൂർവ്വമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആ ബുക്കിന്റെ ലൈൻ എഴുതിയത് നോക്കി എത്ര വലിയൊരു ഡിസിഷൻ ആണ് രാഷ്ട്രീയ നേതാവ് എന്റെ വിശ്വാസത്തിൽ എനിക്ക് ഏൽപ്പിച്ചത്. അത് ഞാൻ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആവശ്യം വരും ഇങ്ങനത്തെ ഒരു കരിയറിൽ പോകുമ്പോൾ എന്ന് പറയുന്നതിന് പകരം നോക്കൂ, രാഷ്ട്രീയ തലവർ അവരുടെ ഡിസിഷൻ എടുക്കാതെ എല്ലാം ഇദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു എന്നുള്ളതിലേക്ക് വ്യാഖ്യാനം മാറ്റി, നാരേറ്റീവ് മാറ്റി. അത് വളരെ ദൗർഭാഗ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഈത്തോസിന് അഗേൻസ്റ്റ് ആണ്. കാരണം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴും പരാതി ഒരു സൈനികൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് അതിന്റെ ഇതുണ്ട്. 1962 പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ ത്രോ ദം ബാക്ക് എന്നാ പറഞ്ഞത്. അതായത് ചൈനീസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പിടിച്ച് തള്ളി പുറത്താക്കുക, തുരത്തി ഓടിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ തുരത്തി ഓടിക്കണമെങ്കിൽ സൈന്യത്തിനടുത്ത് ചോദിച്ചില്ല നിങ്ങൾക്ക് വെപ്പൺ ഉണ്ടോ, സൈന്യത്തിന് ചോദിച്ചില്ല നിങ്ങൾക്ക് അമ്യൂണിഷൻ ഉണ്ടോ, സൈന്യത്തിനടുത്ത് ചോദിച്ചില്ല നിങ്ങൾക്ക് വിന്റർ ക്ലോതിങ് ഉണ്ടോ, ബൂട്ട്സ് പോലും ഇല്ലായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞത് അവരെ തുരത്തി ഓടിക്കുക. ഇതൊന്നും അറിയാതെ അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ സെയിം കുടുംബത്തിലുള്ള. അപ്പൊ അതേപോലെ അന്ന് ഇങ്ങനത്തെ ഡിസിഷൻ പ്രൈം മിനിസ്റ്റർ പറയണോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് റൈറ്റിൽ നിന്ന് പോയിട്ട് ബാക്കിൽ കൂടെ പോയി ഹെലികോപ്റ്ററിൽ വഴി ഇറങ്ങി ഇവിടുന്ന് ഫയർ ചെയ്യുക, അതാണോ പ്രൈം മിനിസ്റ്ററുടെ പണി? അല്ല. പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈന്യത്തിന്റെ തലവനെ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് എന്താണോ ശരി അത് ചെയ്യൂ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, ഒപ്പമുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, നമ്മളെല്ലാവരും ഓപ്പറേഷൻ സിന്ദൂറിൽ കടന്നതല്ലേ. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമായിരുന്നെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഒരു വില കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു. തീർച്ചയായും. അതാണ് പറഞ്ഞത്. അപ്പൊ ആ രീതി നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോലും ആളുകൾ അതിന് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുത്തു. ലോകം മൊത്തം കണ്ടു ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ നടന്നെന്ന്. അപ്പൊ അത്രമാത്രം റിസ്ക് എടുക്കാനുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അത് വളരെ റെയറാണ്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനെ ആ ശക്തി എന്താണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇച്ഛാശക്തി അദ്ദേഹത്തിന്റെ ശക്തിയാണെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി വേറൊരു നരേറ്റീവ് കൊണ്ടുവന്ന്, അതായത് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല എന്ന് മാറ്റിക്കടക്കാനുള്ള ശ്രമം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനകത്ത് ജനറൽ നരാവനെ അറിയാതെ അദ്ദേഹം താല്പര്യമില്ലാതെ പോയിട്ടും അദ്ദേഹം അതിന്റെ ഒരു ഇരയായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ദുർവ്യാഖ്യാനത്തിലൂടെ ഒരു മഹാനായ ഒരു നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥനെ, ഒരു കരസേനാ മേധാവിയെ കരിവാരി തേച്ച് കാണിക്കാൻ കുറച്ച് രാഷ്ട്രീയക്കാർക്കെങ്കിലും സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തെ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ ബയോഡാറ്റയൊക്കെ കുറച്ച് വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. സത്യത്തിൽ വലിയ ആവേശം, യുവതലമുറയെ ആവേശം കൊള്ളിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. വലിയ രീതിയിൽ അദ്ദേഹത്തിന് പല മേഖലകളിലും മികച്ച സേവനം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് മുകുന്ദ് നരവനെ. ആ ഒരു എന്താ പറയുക, ആ ലെഗസി, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന് കളങ്കമേൽപ്പിക്കാൻ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നതായിട്ട്, ഒരു പക്ഷേ ഈ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അതിന് സൈന്യത്തെ കൂട്ടുപിടിക്കുന്നതും സൈന്യത്തെ കരുവാക്കുന്നതും അക്ഷന്തവ്യമാണ്, ഗുരുതരമായ തെറ്റാണ്. അത് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാതിരിക്കട്ടെ. എന്തായാലും മേജർ നരവാനയുടെ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ചും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും ഭംഗിയായി വിവരങ്ങൾ പങ്കുവെച്ച അങ്ങേക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.